നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വത്തിന് തെളിവാകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഭൂരിഭാഗം ഇന്ത്യക്കാരും തങ്ങളുടെ പൗരത്വത്തിന്റെ പരമാധികാര രേഖയായി കാണുന്ന ഇന്ത്യൻ പാസ്പോർട്ട് കേവലം ഒരു യാത്രാ രേഖ, അതായത് ട്രാവൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും അത് പൗരത്വം തെളിയിക്കാനുള്ള അന്തിമ രേഖയല്ലെന്നുമുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണം വലിയ രാഷ്ട്രീയ നിയമ ചർച്ചകൾക്ക് ഇപ്പോൾ വഴി തുറന്നിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ട് ഫോം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEA. രാജ്യത്ത് നിലവിൽ വോട്ടർ പട്ടിക പുതുക്കലുമായി, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR, ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടൽ ഭീതി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൊതുജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉളവാക്കിയിരിക്കുന്നത്. ഈ വിവാദത്തിന്റെ വിവിധ വശങ്ങളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമാണ് ഇനി പറയുന്നത്. വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് എന്താണ്? കഴിഞ്ഞ വാരം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് പാസ്പോർട്ടിന്റെ നിയമപരമായ പദവി വ്യക്തമാക്കിയത്. പാസ്പോർട്ടിന്റെ പ്രധാന ദൗത്യം ഒരാൾക്ക് വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള അനുമതി നൽകുക എന്നത് മാത്രമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അത് ഓരോരുത്തരുടെയും ദേശീയതയെ, നാഷണാലിറ്റിയെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി അതിനെ പൗരത്വത്തിന്റെ അനിഷേധ്യമായ തെളിവായി കാണാൻ കഴിയില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. നിയമപരമായി പൗരത്വം നൽകാനും അത് നിശ്ചയിക്കാനുമുള്ള പൂർണ്ണ അധികാരം ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഉള്ളത്, വിദേശകാര്യ മന്ത്രാലയത്തിനല്ല. എന്തുകൊണ്ട് ഈ വിശദീകരണം ഇപ്പോൾ? രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടത്തി വരികയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ വ്യാജ രേഖകൾ ചമച്ച് വോട്ടർ പട്ടികയിൽ കയറി കൂടിയിട്ടുണ്ടെന്നുള്ള ഭരണകക്ഷിയായ BJPയുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് ഈ കർശന പരിശോധന. ഈ സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടപ്പെട്ട ഒരാൾ പാസ്പോർട്ട് കാണിച്ച് താൻ ഇന്ത്യൻ പൗരനാണെന്ന് സ്ഥാപിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരൊറ്റ പൗരത്വരേഖ ഇല്ലെന്ന പ്രതിസന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമപ്രശ്നം ഒരാൾക്ക് തന്റെ പൗരത്വം ഒറ്റയടിക്ക് തെളിയിക്കാൻ സാധിക്കുന്ന സാർവത്രികമായ ഒരൊറ്റ ഔദ്യോഗിക രേഖയും നിലവിലില്ല എന്നതാണ്. നിലവിലുള്ള രേഖകളെല്ലാം വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ളതാണ്. ആധാർ കാർഡ് ആണെങ്കിൽ അത് കേവലം വ്യക്തി വിവരങ്ങളും ബയോമെട്രിക്സും അടങ്ങിയ തിരിച്ചറിയൽ രേഖ മാത്രമാണ്, അത് പൗരത്വ രേഖയല്ല. വോട്ടർ ID ആണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അനുമതി പത്രമാണ്. പാസ്പോർട്ട് ആണെങ്കിൽ വിദേശ യാത്രയ്ക്കുള്ള രേഖയാണ്. പ്രമുഖ അഭിഭാഷകരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് നൽകുന്നത് തന്നെ അയാൾ ഇന്ത്യൻ പൗരനാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ്. എന്നിട്ടും പൗരത്വം തെളിയിക്കാൻ പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ നൽകാത്ത കേന്ദ്ര സർക്കാർ പാസ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് സാധാരണക്കാരിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാർ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ദേശീയ പൗരത്വ രജിസ്റ്റർ, അതായത് NRC, പൗരത്വ ഭേദഗതി നിയമം CAA എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്ന സാഹചര്യത്തിൽ രേഖകൾ സംഘടിപ്പിക്കുക എന്നത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയിൽ ജനന രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിന് മുമ്പ് ജനിച്ച ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് രാജ്യത്തുണ്ട്. ജോലിക്കായി പലയിടങ്ങളിലേക്ക് പലായനം ചെയ്ത കുടുംബങ്ങളുടെ പക്കൽ കൃത്യമായ രേഖകളോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റുകളോ ഉണ്ടാകണമെന്നില്ല. ഈ സാഹചര്യത്തിൽ സർക്കാർ വെരിഫിക്കേഷന് ശേഷം നൽകിയ പാസ്പോർട്ട്, വോട്ടർ IDയും പൗരത്വത്തിന്റെ തെളിവായി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണക്കാരുടെ പൗരത്വം റദ്ദാക്കാനുള്ള അമിത അധികാരം ലഭിക്കുമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയും സുപ്രീം കോടതിയുടെ മുൻകാല ഇടപെടൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതി മുൻപ് ഒരു സുപ്രധാന നിയമ അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക പുതുക്കാനും പേരുകൾ നീക്കം ചെയ്യാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെങ്കിലും ഒരാളുടെ പൗരത്വം നിശ്ചയിക്കാൻ കമ്മീഷന് അധികാരമില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ പൗരത്വം ഇല്ലാതാകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അസം പോലുള്ള സംസ്ഥാനങ്ങളിൽ NRC നടപ്പാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തായ ചരിത്രം നിലനിൽക്കുന്നതിനാൽ പാസ്പോർട്ടിനെ ചൊല്ലിയുള്ള ഈ പുതിയ വിവാദം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തന്നെ കാരണമായേക്കും. അത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ട് വിദേശ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ന്യായീകരണം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് കൂടി ചിന്തിച്ചാൽ ഇതിന്റെ വരും വരാഴികൾ മനസ്സിലാകും. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.